ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. സംസ്ഥാനത്ത് ഇന്ന് 7,983 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7,330 പേർ രോഗമുക്തി നേടി. 27 മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 59,999 സാമ്പിളുകളാണ് പരിശോധിച്ചത്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ 1,100-ന് മേൽ രോഗബാധിതരുണ്ട്. കോഴിക്കോട് 834-ഉം തിരുവനന്തപുരത്ത് 790-ഉം രോഗബാധിതരാണ് ഉള്ളത്. മലപ്പുറം, കൊല്ലം ജില്ലകളിലും ഇന്ന് 700-ന് മുകളിൽ രോഗബാധിതർ ഉണ്ട്. 91,000-ലേറെ പേരാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 3,40,000-ത്തിലധികം പേർ ഇതിനകം രോഗമുക്തി നേടി. 1,484 പേരാണ് സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. എറണാകുളം ജില്ലയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധിതർ ഉള്ളത്. ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 1,114 പേരിൽ 826 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ NC ജയചന്ദ്രൻ. സംസ്ഥാനത്ത് ഇന്ന് എറണാകുളത്താണ് കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. 1,114 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 7 മരണങ്ങളും ഇന്ന് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തു. രോഗം സ്ഥിരീകരിച്ചവരിൽ 6 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടുന്നു. ജില്ലയിൽ 826 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 853 പേർ രോഗമുക്തി നേടിയത് ആശ്വാസകരമായി. ജില്ലയിലെ തൃപ്പൂണിത്തുറ, ഫോർട്ട് കൊച്ചി, തൃക്കാക്കര മേഖലകളിൽ നിന്നാണ് ഇന്ന് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ 12,576 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നത്. കോവിഡ് വർദ്ധിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ ഏർപ്പെടുത്തിയിരുന്ന നിരോധനാജ്ഞ നവംബർ 15 വരെ നീട്ടി ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 834 പേരിൽ 811 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ഇതോടെ ജില്ലയിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 9,491 ആയി. കൊല്ലം ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 741 പേരിൽ 735 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇതോടെ ജില്ലയിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 6,641 ആയി. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 645 പേരിൽ 635 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം. ഇതോടെ ജില്ലയിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 8,700 ആയി. കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നിരോധനാജ്ഞ നീട്ടി. 15 ദിവസത്തേക്ക് കൂടിയാണ് നിയന്ത്രണങ്ങൾ നീട്ടിയിരിക്കുന്നത്. നിരോധനാജ്ഞ പ്രകാരം 5 പേരിൽ കൂടുതൽ സ്വമേധയാ കൂട്ടം കൂടുന്നതിനുള്ള നിരോധനം തുടരും. നിരോധനാജ്ഞ ലംഘിച്ചതിന് സംസ്ഥാനത്ത് 55 പേർ അറസ്റ്റിലായി. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 1,374 പേർക്കെതിരെ കേസെടുത്തു. മാസ്ക് ധരിക്കാത്ത 8,253 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ക്വാറന്റൈൻ ലംഘിച്ചതിന് ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ബീച്ചുകൾ, പാർക്കുകൾ, മ്യൂസിയങ്ങൾ എന്നിവ വിനോദസഞ്ചാരികൾക്കായി നാളെ മുതൽ തുറന്നു നൽകും. കോവിഡിന് ശേഷം സംസ്ഥാനത്തെ വിനോദസഞ്ചാര രംഗം പൂർണ്ണ സ്ഥിതിയിലേക്ക് തിരിച്ചെത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടാകും പുതിയ നടപടികൾ. ടൂറിസം രംഗം തിരികെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ഒക്ടോബർ 10 മുതൽ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചാണ് ഇവിടെ ടൂറിസം പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. ഈ കേന്ദ്രങ്ങളിലെ സഞ്ചാരികളുടെ എണ്ണം കൂടി വരികയാണ്. രാജ്യത്ത് ചികിത്സയിൽ കഴിയുന്ന കോവിഡ് രോഗികളുടെ എണ്ണം 5,82,469 ആയി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 48,268 പേർക്കാണ് പുതുതായി രോഗബാധയുണ്ടായത്. 91.34% കോവിഡ് രോഗമുക്തി നിരക്ക്. രാജ്യത്ത് ഇതുവരെ രോഗം ബാധിച്ചവരുടെ എണ്ണം 81,37,000-ലേറെയാണ്. ആകെ മരണസംഖ്യ 1,21,000 കവിഞ്ഞു. തമിഴ്നാട്ടിൽ അടുത്ത മാസം മുതൽ കൂടുതൽ ലോക്ഡൌൺ ഇളവുകൾ നടപ്പാക്കും. 9ാം ക്ലാസ് മുതലുള്ള സ്കൂൾ ക്ലാസുകളും കോളേജ് ക്ലാസുകളും നവംബർ 16 മുതൽ ആരംഭിക്കും. സിനിമാ തിയേറ്ററുകൾ നവംബർ 10 മുതൽ തുറന്നു പ്രവർത്തിക്കും. പകുതി സീറ്റുകളിൽ മാത്രമാകും കാണികളെ അനുവദിക്കുക. അമ്യൂസ്മെന്റ് പാർക്കുകൾ, മ്യൂസിയം, മൃഗശാല എന്നിവയും നവംബർ 10 മുതൽ തുറക്കും. ലോകത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 4,60,00,000 കവിഞ്ഞു. 12 ലക്ഷത്തിനടുത്ത് ആളുകൾക്ക് ഇതിനകം ജീവൻ നഷ്ടമായി. 3,33,00,000-ത്തിലധികം പേർ രോഗമുക്തി നേടി. അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം വീണ്ടും ഉയരുകയാണ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 145ാം ജന്മവാർഷികം രാജ്യം ഇന്ന് രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിച്ചു. സർദാർ പട്ടേലിന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിലെ കവാഡിയയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പാർച്ചന നടത്തി. രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും സംരക്ഷിക്കുന്നതിൽ സർദാർ പട്ടേലിന്റെ പങ്ക് വലുതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ചരമദിനത്തോടനുബന്ധിച്ചുള്ള രാഷ്ട്രീയ സങ്കൽപ് ദിവസ് ആചരണവും രാജ്യത്ത് ഇന്ന് നടന്നു.
36ാം ചരമദിനത്തിൽ ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്ത് രാഷ്ട്രീയ സങ്കൽപ് ദിനവും രാഷ്ട്രീയ ഏകതാ ദിനവും ആചരിച്ചു. നാളെ 64ാമത് കേരളപ്പിറവി ദിനം. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ മൂന്നായി കിടന്ന പ്രദേശങ്ങളാകെ ഒരേ ഭാഷ സംസാരിക്കുന്നവരുടെ നാട് എന്ന നിലയിൽ ഒരുമിച്ചത് 1956 നവംബർ 1-നാണ്. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളപ്പിറവി ആശംസകൾ നേർന്നു. കേരളത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി ഒരുമയോടെയും സാഹോദര്യത്തോടെയും പ്രവർത്തിക്കാമെന്ന് ഗവർണർ പറഞ്ഞു. എല്ലാ മലയാളികൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളപ്പിറവി ആശംസകൾ നേർന്നു. മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. 15 സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. കേരള പോലീസിന്റെ രൂപീകരണ ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള വിവിധ പരിപാടികളിലും മുഖ്യമന്ത്രി നാളെ പങ്കെടുക്കും. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് 2 പ്ലറ്റൂൺ സേനാംഗങ്ങൾ മുഖ്യമന്ത്രിക്ക് ഓൺലൈനായി അഭിവാദ്യം അർപ്പിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഇക്കൊല്ലത്തെ സ്പെഷ്യൽ ഓപ്പറേഷൻ മെഡലിന് കേരളത്തിൽ നിന്നും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി അബ്ദുൾ കരീം യു ഉൾപ്പെടെ 8 പോലീസ് ഉദ്യോഗസ്ഥർ അർഹരായി. കണ്ണൂരിൽ പയ്യന്നൂർ സർക്കാർ താലൂക്ക് ആശുപത്രിയോട് അനുബന്ധിച്ച് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സജ്ജീകരിച്ച ഡയാലിസിസ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ ശൈലജ ഓൺലൈനായി നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ.ഒ. ശശിധരൻ. 1,17,00,000 രൂപ ചെലവിലാണ് ഡയാലിസിസ് കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ നിർമ്മിച്ച ഡയാലിസിസ് സെന്ററിന് പയ്യന്നൂർ നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ നിന്ന് 18 ലക്ഷം രൂപയും വകയിരുത്തിയിരുന്നു. 10 കിടക്കകളാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ആർദ്രം പദ്ധതിയുടെ ഭാഗമായാണ് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് കേന്ദ്രം ഒരുക്കിയത്. പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് കേന്ദ്രം ഏറെ ആശ്വാസമാകും. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും രോഗികളെ പ്രവേശിപ്പിക്കുക. കോവിഡ് പരിശോധനകളും നടത്തും. അതിനിടെ കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജിൽ നിർമ്മിച്ച സൂപ്രണ്ട് ക്വാർട്ടേഴ്സ്, ആർഎംഒ ക്വാർട്ടേഴ്സ്, ലാസ്റ്റ് ഗ്രേഡ് സർവന്റ്സ് ക്വാർട്ടേഴ്സ്, കമ്മ്യൂണിറ്റി കിച്ചൺ എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി കെ ശൈലജ ഓൺലൈനായി നിർവഹിച്ചു. ഗവൺമെന്റ് ആയുർവേദ കോളേജിനെ മികവിന്റെ കേന്ദ്രമാക്കി ഉയർത്തുന്നതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മികച്ച ഇടപെടലുകളാണ് ആയുർവേദ കോളേജുകൾ നടത്തുന്നത്. കോവിഡിന് ശേഷമുള്ള ആരോഗ്യ സംരക്ഷണവും പ്രധാനമാണെന്നും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും മന്ത്രി പറഞ്ഞു. കരിപ്പൂർ വിമാനാപകടത്തിൽ 660 കോടി രൂപയുടെ നഷ്ടപരിഹാരത്തിന് തീരുമാനമായി. ഇന്ത്യൻ ഏവിയേഷൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഇൻഷുറൻസ് ക്ലെയിം തുകയാണ് ഇത്. 378.83 കോടി രൂപ വിമാനത്തിനുണ്ടായ നഷ്ടം നികത്താനും 282.49 കോടി രൂപ യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകാനുമാണ് ഉപയോഗിക്കുക. അതേസമയം അപകടത്തിൽപ്പെട്ട വിമാനം മാറ്റുന്ന പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ്. 3 ക്രെയിനുകളുടെ സഹായത്തോടെയാണ് വിമാനം മാറ്റുന്നത്. കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രധാനിയായ ചട്ടമ്പി സ്വാമികളുടെ തറവാടായ പൊന്നിയത്ത് ഭവനം ഏറ്റെടുത്ത് സ്മാരകം നിർമ്മിക്കാവുന്നതാണെന്ന് സർക്കാരിന് റിപ്പോർട്ട്. പള്ളിച്ചൽ പഞ്ചായത്തിലെ കുളമ്പരക്കോണം ഗ്രാമത്തിലുള്ള വീട് സന്ദർശിച്ച ശേഷം തിരുവനന്തപുരം ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് നൽകിയത്. ഭവനം സംരക്ഷിത സ്മാരകമാക്കണമെന്ന IB സതീഷ് MLAയുടെ നിവേദനത്തെ തുടർന്നാണ് നടപടി. സെക്രട്ടേറിയറ്റിലും തലസ്ഥാനത്തെ വിവിധ സർക്കാർ ഓഫീസുകളിലുമുള്ള ജീവനക്കാർക്കായി കൂടുതൽ ബസ് ഓൺ ഡിമാൻഡ് സേവനങ്ങൾ ആരംഭിക്കുമെന്ന് KSRTC. ഇതിനായി മറ്റന്നാൾ മുതൽ സെക്രട്ടേറിയറ്റിൽ പ്രത്യേക ബുക്കിംഗ് കൌണ്ടർ ആരംഭിക്കുമെന്ന് KSRTC MD ബിജു പ്രഭാകർ അറിയിച്ചു. സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ മതേതര പാർട്ടികളുമായി ധാരണയുണ്ടാക്കാനാണ് CPM തീരുമാനമെന്ന് CPM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ബംഗാളിൽ കോൺഗ്രസുമായും തമിഴ്നാട്ടിൽ DMKയുമായും ധാരണയുണ്ടാക്കും. ശിവശങ്കറിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ തന്നെ സർക്കാർ സസ്പെൻഡ് ചെയ്തതാണെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന നിലപാടാണ് പാർട്ടിക്കെന്നും സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. IPL 2ാം മത്സരത്തിൽ ഹൈദരാബാദിന് 121 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ബാംഗ്ലൂർ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 120 റൺസ് എടുത്തു. ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മുംബൈ ഇന്ത്യൻസ് 9 വിക്കറ്റിന് വിജയിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹിക്ക് നിശ്ചിത ഓവറിൽ 110 റൺസ് മാത്രമാണ് എടുക്കാനായത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ മുംബൈ 14.2 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. ലൈഫ് മിഷൻ CEO UV ജോസിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പനും M ശിവശങ്കറിനും ഒപ്പമായിരുന്നു ചോദ്യം ചെയ്യൽ. ശിവശങ്കറിനെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിനൊപ്പം ചോദ്യം ചെയ്യാൻ അനുമതി തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ സമീപിച്ചു.
കുതിരാനിൽ വാഹനാപകടത്തെ തുടർന്നുണ്ടായ ഗതാഗത തടസ്സം പരിഹരിച്ചു. രൂക്ഷമായ ഗതാഗത പ്രശ്നത്തെ തുടർന്ന് താൽക്കാലികമായി തുറന്നു നൽകിയ തുരങ്കപാത ഇതോടെ അടച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.